പേടിക്കണ്ട പേടിക്കണ്ട, പേടിച്ചിട്ടാണ്. വേണ്ട വേണ്ട, പേടിച്ചിട്ടാണ് തീർക്ക, പേടിച്ചിട്ടാണ്. അവൻ വെള്ളത്തിന് മുക്കുവാ പറഞ്ഞിട്ട്. ഇല്ലമ്മ, ഇല്ല ഇല്ല, പേടിച്ചിട്ടാ. പോട്ടെ പോട്ടെ. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഹാലിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പൊ നിഹാല് ശുചിക്കുട്ടിന്റെ അടുത്ത് വെച്ചിട്ട് കേക്ക് മുറിക്കാൻ പറഞ്ഞിട്ട് കേക്കൊക്കെ ആയിട്ട് നിഹാൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. അതെ നിഹാൽ, ഇന്നൊക്കെയാണ് ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഇന്ന് വീട്ടില് കേക്കൊക്കെ മുറിച്ചാ? ഇന്ന് വീട്ടിൽ മുറിച്ചിട്ടില്ല. എന്റെ ശുചിക്കുട്ടനൊപ്പം മരിച്ച് മുറിക്കണം. അതെ, ബിരിയാണിയൊക്കെ കഴിച്ചു. ബിരിയാണി കഴിച്ചു. ശുചിക്കുട്ടനൊപ്പം മരിച്ച് മുറിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ നിഹാല് വീട്ടില് ബിരിയാണിയൊക്കെ വെച്ച് കഴിച്ച് അന്നദാനമൊക്കെ നടത്തിയാണ് ഇങ്ങോട്ട് കേക്കുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് കേക്ക് മുറിക്കാം അല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു നിഹാല്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ നിഹാൽ. ഇനി നിഹാലിന് കൊടുക്ക് ശരിക്കോട്ടെ. ഇനി മാമാക്ക് കൊടുക്ക് നിഹാൽ. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ട്. സൂപ്പർ ആയിട്ടുള്ളൂ. തരാം. ശുചിന് ജലദോഷമൊക്കെ ഉണ്ട്, തണുപ്പുണ്ട് കേക്ക്. നിഹാൽ എന്താ കടി? നിഹാല് വിക്ടോറിയ കോളേജിലാണ് പഠിക്കുന്നത്. പിന്നെ BA സെക്കൻഡ് ഇയർ. കൂട്ടുകാരൊക്കെ ഉണ്ടാ? കൂട്ടുകാരൊക്കെ ഉണ്ട്. ദിവസം പോയി വരണ? ഞാൻ ദിവസം പോയിട്ട് വരിക. എന്തിനു പോകുന്നേ? ഒന്നിന് ഞാൻ 2 ദിവസം കൂടുമ്പോ ബസ് വണ്ടിയിൽ, ഞാൻ 3 ദിവസം ബസ്സിന് പോകും, 2 ദിവസം വണ്ടിയിലും പോകും. നിന്റെ വണ്ടി പോകും? എന്റെ വണ്ടി പോകും. കുട്ടികളൊക്കെ നല്ല സഹകരണമാണ്. കുട്ടികളൊക്കെ നല്ല സഹകരണം. അധ്യാപകരും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിഹാലിനുമായിട്ടുള്ള കുട്ടികളൊക്കെ അവിടെ ഉണ്ടാ? അവിടെ ഏകദേശമുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലേ? അപ്പൊ നിഹാല് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരും. എന്തെങ്കിലും ഒരാവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് ഒരു ദിവസമൊക്കെ ഇരുന്നിട്ടൊക്കെ പോകുക. അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് കേക്കൊക്കെ ആയിട്ട് വന്ന് കേക്കൊക്കെ മുറിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഞങ്ങൾ നാളെ എവിടേക്കിലൊക്കെ പോകും. നാളെ ഒരു ദിവസം ലീവുണ്ട് നിഹാലിന്, സ്കൂൾ ലീവ്, വാവായിട്ട് ഇല്ലേ? അപ്പൊ നിഹാല് വന്നപ്പോ കേക്കൊക്കെ മുറിച്ചപ്പോ ശുചിക്കുട്ടിക്ക് നല്ല സന്തോഷമായി. ശുചിക്കുട്ടി സന്തോഷമായിട്ട് ഇരിക്കുകയാണ് കേക്കൊക്കെ തിന്നിട്ട്. ഭയങ്കര സന്തോഷമായി. ശുചിക്കുട്ടിന്റെ ആരാണത്? ആരാണ് ചങ്ങാതി? ആരാണ്? ആരാണ് ചങ്ങാതി? ശുചിക്കുട്ടന്റെ കൂട്ടുകാരനാണ് അല്ലേ? ശുചിക്കുട്ടൻ എനിക്ക് ഒരു കൂട്ടുകാരനെ കിട്ടി. ഇടയ്ക്ക് നിഹാൽ ഇവിടെ വരുമ്പോ അവനിക്ക് ഭയങ്കര സന്തോഷമാണ്. ശുചിക്കുട്ടന് സന്തോഷം കണ്ട? അവൻ സന്തോഷം കൊണ്ട് തലയാട്ടണം. കിട്ടിയ പിന്നെ സന്തോഷം തന്നെ. ആന്റെ ബർത്ത്ഡേ കഴിഞ്ഞത് ഷിജുവിന്റെ ഷിജുവിന്റെ ബർത്ത്ഡേ കഴിഞ്ഞുകൊണ്ടിരിക്കണപ്പോ ഷിജുവിന്റെ അവനെ കൊണ്ടല്ലേ കേക്ക് മുറിപ്പിച്ചത്. അപ്പൊ അവന്റെ ബർത്ത്ഡേ ആന്റെ ബർത്ത്ഡേ കഴിഞ്ഞ് ജിജുവിന്റെ ആണ്. നിഹാലിന്റെ ബർത്ത്ഡേ കഴിഞ്ഞത് കേട്ടോ ചിരിക്കുട്ടാ. നീ രണ്ടുപേരും കൂടി നിക്ക്, ഉമ്മ ഫോട്ടോ എടുക്കട്ടെ. ചിരിക്കുട്ട തോളില് കൈയിട് നിഹാലിന്റെ. രണ്ടുപേരും കൂടി ചങ്ങാതി വിട്ടു. നമ്മളിവിടെ കർക്കിടക കഞ്ഞി കുടിക്കുന്നത് 7 ദിവസം കുടിക്കുക. ഇപ്പൊ 3 ദിവസമായി. ശുചിക്കുട്ടിക്കൊക്കെ നല്ല ഇഷ്ടമാണ്. തുളസിയില കഴിക്കുക, നല്ലതാണ്. തുളസിയില നല്ലതാണ്.
നിഹാൽ രാത്രി ഭക്ഷണമൊന്നും കഴിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നിർബന്ധിച്ചിട്ട് കർക്കിടക കഞ്ഞി കൊടുക്കുകയാണ്. എങ്ങനെയുണ്ട് നിഹാൽ? ഇഷ്ടമായോ? ഇതുവരെ കഴിച്ചിട്ടുണ്ടോ കർക്കിടക കഞ്ഞി? കഴിച്ചിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ടോ? രാത്രി നീ ഭക്ഷണം ഒന്നും കഴിക്കില്ല? ഡയറ്റിംഗ് ആണ്. ഷിജു അതുപോലെ തന്നെ. അവൻ മില്ലറ്റ് കഞ്ഞി കഴിക്കുക. മില്ലറ്റ് കഞ്ഞി. മില്ലറ്റ് കഞ്ഞിയിൽ ചെറുപേരക്കുള്ളതാണ്. പച്ചിലകളും കാക്ക് ഇഷ്ടമല്ലേ കഞ്ഞി? നമ്മൾ ഇന്നേക്ക് 3-ാമത്തെ ദിവസമായി കർക്കിടക കഞ്ഞി കുടിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ 7 ദിവസം കഴിക്കില്ലേ? ആ ഇത് നല്ലതല്ലേ? ഇഷ്ടമായില്ലേ? എവിടേക്കാ പോണ കഞ്ഞി കുടിച്ചിട്ട്? നൈറ്റ് ലൈഫ് ഇവിടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലൂടെ മിഷൻ സ്കൂളിന്റെ അവിടെ നൈറ്റ് ലൈഫ് പോവല്ലേ? നമുക്ക് എല്ലാവർക്കും പോവാം. ഷിജു വരുവോ? ഷിജു വരുന്നില്ലേ? പറയോ? നിഹാലൊന്നും ചെയ്യാൻ പാടില്ല. എന്താ പറഞ്ഞ? കഞ്ഞി കുടിക്കുമ്പോ ഒന്നും സംസാരിക്കരുത്. അതാണ് നിന്നെ നിന്നൊരിക്ക് എന്താണ് നല്ല പിച്ചാൻ വരുന്നത്. ശരിക്കോട്ടാ, അവനിക്ക് എന്തും പറയാ. കഞ്ഞി കുടിക്കുമ്പോ പാട്ട് പാടാ. ശരിക്കോട്ടാ, നമുക്ക് കാറിൽ പോണ്ടേ? ആരെ കൂട്ടിട്ട് പോവാ ഷിജുവിനെ? നിഹാല്. വേഗം കഴിക്ക്. രാത്രി 10:30ആയി. എന്നിട്ട് നിഹാലിന്റെ കൂടെ പാർക്കിലേക്ക് പോവുകയാണ്. ആ നമുക്ക് പോകാം. മഴ വന്നു. അപ്പൊ എന്ത് ചെയ്യും? അയ്യോ ശരിക്കുട്ട മഴ വന്നു. എങ്ങനെ പോകും നമ്മള്? ശരി, ഒരു റൗണ്ട് അടിച്ചിട്ടെങ്കിലും വരാല്ലേ? അയ്യോ സിജുവിന്റെ പാർക്കൊക്കെ കുളമായി. ചിജിക്കുട്ടാ പാർക്ക് കുളമായി. അതന്നെ ശരിക്കുട്ട, എനിക്ക് ഇങ്ങനെ രാത്രിയൊക്കെ പാർക്കിക്ക് പോകാനൊക്കെ ഇഷ്ടമാണ്. നിഹാൽ നല്ല സ്പീഡിൽ വിടും വണ്ടി. വേണ്ട, സ്പീഡൊന്നും വേണ്ട. അതെ മെല്ലെ പോയാ മതി കേട്ടാ. സ്പീഡൊന്നും വേണ്ട. നിഹാലിന് ചെറുപ്പത്തെ കാറോട്ടം ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തില് എനിക്ക് ഇഷ്ടമാണ് കാർ ഓട്ടാൻ. അതെങ്ങനെ ഈ ഒരു ആഗ്രഹം വന്നു? അത് ഞാൻ പണ്ട് കളിപ്പാട്ടൊക്കെ കളിക്കും. ചെറുപ്പത്തിലേ കാർ ഓട്ടി കളിക്കും. പണ്ട് എനിക്ക് ബൈക്കിനോടൊരു ഭ്രാന്തായിരുന്നു. പിന്നെ അങ്ങനെ കാറിനോട് സെറ്റ് ആയതാണ്. ആദ്യമൊക്കെ ഒരു പേടിയായിരുന്നു കാർ എടുക്കുമ്പോ. ഞാൻ ആദ്യം ബൈക്ക് ഓട്ടുക, ബൈക്ക് ഓട്ടും. അന്ന് കാർ ഞാൻ പഠിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ കാറൊക്കെ പഠിച്ചത്. എത്ര വയസ്സിലാണ് ലൈസൻസ് കിട്ടിയത്? എനിക്ക് 18 വയസ്സിലെ ലൈസൻസ് കിട്ടി. 18 വയസ്സിൽ 18 വയസ്സിൽ തന്നെ പഠിക്കുകയും ചെയ്തു. ഞാൻ ചെറുപ്പം മുതലേ വണ്ടിനോടെ ക്രൈസ്. അതിങ്ങോട്ട് എത്തിരിക്കുക. എന്തോ എത്തി, ഇത്ര ദൂരം തന്നെ ഉള്ളു. ശരിക്കുട്ട നമുക്ക് പോവാ, ഇറങ്ങാ, പാർക്കിക്ക് പോവാ. ശരിക്കുട്ട, എനിക്ക് ഇവിടേക്ക് രാത്രിയൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ശിജിക്കുട്ട പാർക്കിലെത്തിയല്ലോ. ശിജിക്കുട്ട, അപ്പോൾ പാർക്കിൽ ആളുകളിനെ കാണാനില്ല, കുറവാണ്. അവിടെ ഒരു ഹോട്ടലുണ്ട്, അതിൽ മാത്രം കുറച്ച് ആളുകൾ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നല്ല രസമാണ്. ഇവിടെ ഫുള്ള് ആളായിരിക്കും. ഏത് രാത്രി വന്നാലും വേണ്ടില്ല. കുട്ടികളും ആളുകളായിട്ട് നല്ല രസമാണ്. പാട്ടും നമ്മളിങ്ങനെ ശിജിക്കുട്ടിനെ കളിക്കാൻ വിട്ടിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കും. നല്ല രസമാണ് വരാൻ. എപ്പോൾ വന്നാലും ഈ ചെയറിലിരിക്കണം ഇവിടെ. അതെ, മഴ പെയ്തപ്പോൾ ആകെ വൃത്തികേടായി. അല്ലെങ്കിൽ നല്ല രസമാണ്. രാത്രി വന്ന ഏത് ടൈമിൽ വന്നാലും നിറയെ ആളുകളുണ്ടാവും, കുട്ടികളും. ഹായ്, ശിരിക്കുട്ടനെ പാർക്കിലിരുന്നോ.
ഏതിലും ഇരിക്കാൻ പറ്റില്ല, എല്ലാത്തിനും വെള്ളമാണ്. ോ ഇനി നമുക്കൊന്ന് റൗണ്ട് അടിച്ചിട്ട് വീട്ടിലേക്ക് പോവാം. പാർക്കിൽ മഴയൊക്കെ ആയിട്ട് ഞങ്ങള് അധികം അവിടെ നിന്നില്ല. ഇനി ഒന്ന് നമുക്ക് റൗണ്ട് അടിക്കാം. നിഹാല് ഫസ്റ്റ് ലൈസൻസ് എടുക്കാൻ പോയിട്ട് ഫസ്റ്റ് കിട്ടിയാ? ഫസ്റ്റ് കിട്ടിയിട്ടില്ല, എനിക്ക് സെക്കൻഡ് കിട്ടിയത്. അതെ. എന്നാലും മോനെ സമ്മതിക്കണം, മോന്റെ കഴിവിനെ തെളിയിപ്പിച്ചു അല്ലേ? തെളിയിപ്പിച്ചു. ഉമ്മ മുമ്പിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണല്ലോ നീ ഈ ലെവലിലേക്ക് എത്തിയത് അല്ലേ? ഉമ്മ പേടിച്ചിട്ട് ഇരുന്നാണെങ്കിലോ? അതെ അതെ. ശരിക്കൂട്ട കാറിൽ ഒരു റൗണ്ട് അടിക്കാണ് അല്ലേ? എന്നിട്ട് നമുക്ക് വീട്ടിക്ക് പോവാ. വീടെത്തി പാർക്കിൽ പോയിട്ട് അല്ലേ? ഇരിക്കണോ? മഴയായിട്ട് ഞങ്ങൾ പാർക്കിൽ കൂടുതൽ നേരം ഒന്നും ഇരുന്നില്ല. ഞങ്ങൾ വേഗം വന്നു. വാസിക്കുട്ടി നമുക്കിനി ഉറങ്ങാൻ പോകാം. നിഹാൽ ഉറങ്ങണ്ടേ? കുറച്ചു നേരം ടി വി കണ്ടിട്ട് കിടക്കാം അല്ലേ? ഇന്ന് ശരിക്കൂട്ട ആരുടെ കൂടെയാണ് കിടക്കണത്? നിഹാലിന്റെ കൂടെയാണോ മാമാന്റെ കൂടെയാണോ ഉമ്മാന്റെ കൂടെയാണോ? ഇന്ന് ആരുടെ കൂടെയാണ് കിടക്കണത് പറയും? ഉമ്മാന്റെ കൂടെയാണ് ഇന്ന് കിടക്കുക. നിഹാൽ മാമാന്റെ കൂടെ കിടക്കട്ടെ അല്ലേ? ഒന്നുകൂടി ഗുഡ് നൈറ്റ്, ടാറ്റാ. ഞങ്ങൾ രാവിലത്തെ നാഷ്ട കഴിഞ്ഞു. ഉച്ചത്തെ ആഹാരമൊക്കെ കഴിച്ച ശേഷമാണ് മലമ്പുഴയ്ക്ക് പോണത്. ഒരു ബക്കറ്റ് കൊടുത്തിട്ടുണ്ട്, മലമ്പുഴയിൽ മീൻ കിട്ടുകയാണെങ്കിൽ വാങ്ങാൻ. എന്താ ബക്കറ്റ് എടുത്ത സമയത്തൊന്നും മീൻ കിട്ടില്ല. എന്നാലും നോക്കാം. തോർത്തെന്തിനാണ് അത്? മഴ തന്നെ തല തുടയ്ക്കാൻ. കുളിക്കാണ് വിചാരിച്ചു. കള്ളിക്കാട് പള്ളിന്റെ അവിടുന്ന് അത് കഴിഞ്ഞാൽ മേഴ്സി കോളേജ്. ശരിക്കുട്ടോ നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടോ. സിജുവൊക്കെ നല്ല കുട്ടി തന്നെ. കുറുമ്പൊന്നും കാണിക്കാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് തണുപ്പൊക്കെ കൂടുമ്പോ ജലദോഷം വരും. ഇല്ല, നമ്മള് മലന്റെ ഭാഗത്തേക്കൊക്കെയല്ലേ പോണ്, ചരിവും കുന്നൊക്കെ. ചെലപ്പോ പേടിച്ച് കരയാൻ സാധ്യതയുണ്ട്. ചരിവും കുന്നമ്മ കാണുമ്പോ സിജു കുട്ടിക്ക് ചെറിയ പേടി. അതിനു വേണ്ടി നമ്മള് പോണത് ഇല്ല അവിടേക്ക് തന്നെ. പേടി മാറ്റാൻ വേണ്ടി നമ്മൾ അതിനു വേണ്ടി പോകുകയാണ്. മേഴ്സി കോളേജ് ജംഗ്ഷൻ എത്തി. ഇതാണ് മേഴ്സി കോളേജ് ജംഗ്ഷൻ. കാണിക്കമാതാ മേപ്പറമ്പ് പള്ളി. ഇവിടുന്ന് തിരിഞ്ഞു പോലോ കൊട്ടിക്ക്. നിഹാല് പഠിക്കണ വിക്ടോറിയ കോളേജ്. അതിന് ഇന്ന് ക്ലാസ് ഇല്ലല്ലോ. മലമ്പുഴയില് മുക്കായി നിരമ്പതി. മലമ്പുഴയിൽ നിറയെ വെള്ളം വരില്ലേ? അപ്പൊ ഓവർഫ്ലോ തുറന്ന ഈ പുഴയിൽ കൂടെ വെള്ളം വരിക. ഒരിക്കൽ വെള്ളം വന്ന് ഈ പൈപ്പൊക്കെ ഒലിച്ചു പോയതാണ്. പിന്നെ ഈ മലമ്പുഴ വെള്ളം വരുന്ന പൈപ്പ്. പിന്നെ രണ്ടാം പ്രാവശ്യം ഹൈറ്റിൽ ഇപ്പൊ വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ഇതുവരെ ഇങ്ങനെ നിറഞ്ഞു കണ്ടിട്ടില്ലല്ലോ. ഇത് നിറഞ്ഞു പോയിട്ടുണ്ട് വെള്ളപ്പൊക്കം വന്ന സമയത്ത്. ഇതൊക്കെ മൂടിയത് അവിടെ വീട്ടിലേക്കൊക്കെ മൂടി വന്നാണ് വെള്ളം. നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ ആണ്? ഏകദേശം 10 കിലോമീറ്റർ ഉണ്ട് മലമ്പുഴയ്ക്ക് നമ്മുടെ വീട്ടിൽ നിന്ന്. ഏകദേശം മലമ്പുഴ മല കാണ്ട് ഇവിടെ റെയിൽവേന്റെ പാലമാണിത്, മേമ്പാലം. ഇവിടെ ഒരു ഫാന്റസി പാർക്ക് ഉണ്ട്. ഫാന്റസി പാർക്ക്, വാട്ടർ പാർക്ക്. മലമ്പുഴ എത്തി. നമ്മള് അതിന്റെ ഉള്ളിലേക്കൊന്നും പോണില്ലല്ലോ. നോക്ക ആദ്യം മഴയും അങ്ങനെയാണ് നോക്കുക. ചോളമൊക്കെ ചുട്ടു വെച്ചിട്ടുണ്ട്. അപ്പൊ മലമ്പുഴയ്ക്ക് പോണില്ല, നേരെ കവയിലേക്കാണ് പോകുന്നത്. മലമ്പുഴ തുറന്നു വിട്ടിട്ടുണ്ട് വെള്ളം. തുറന്നത് അവിടെ തുറന്നിട്ടിരിക്കുന്നത്. പിന്നെ തൂക്കുപാലം ഉണ്ട്. ഡാം തുറന്നിരിക്കുകയാണ്. തുറന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. 3 തുറന്നു വിട്ടിട്ടുണ്ട്. 3 ഷട്ടറും തുറന്നു വിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എത്ര നേരത്തെയും തുറക്കില്ല അല്ലേ? ഇതിപ്പോ ആദ്യമായിട്ടാണ് മലമ്പുഴ എത്രയും പോകാൻ അറിയണേ. അല്ലെങ്കിൽ ഈ സമയത്തൊന്നും അറിയില്ല. പ്രാവശ്യം മഴ കൂടുതലല്ലേ? അല്ലെങ്കിൽ കിഴക്കൻ മഴയൊക്കെ പെയ്യുന്ന സമയത്താ തുറക്കുള്ളൂ. അപ്പോഴേ നിറയുള്ളൂ.
ശരിക്കുട്ട വെള്ളം നിറഞ്ഞു നിക്കണു അല്ലേ? നല്ല രസമുണ്ട് കാണാൻ. നിറയെ വെള്ളമുണ്ട് ശിജാത. വെള്ളം അവിടെ വെള്ളം ഒന്നും പറയാൻ പാടില്ല. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കണ്ടില്ലേ ശിജ? ഇതൊക്കെ ഡാമിലേക്ക് വരുന്നു. ഈ ചോളം വാങ്ങിച്ച് കഴിക്കാൻ പോകണ? ചോളം വേണ്ടേ? വേണ്ടേ? ചോളം ഇഷ്ടമല്ല? പിന്നെന്താ വേണ്ടത്? ചോളം വേണ്ട? ഒന്ന് മതി. ചോളം കടിക്കുന്ന ദേശീയത്തിലാ കടിക്കുന്നത്. ഇഷ്ടമില്ല ആൾക്ക് ഇവിടെ വന്നത്. അതെന്താ ഇവിടെ ചരിവും മലയും കുന്നൊക്കെ ആയതുകൊണ്ട് പേടിയുണ്ട്. അതാണ് ദേശീയത്തിലാ കടിക്കുന്നത്. നിന്റെ ഒരു ചോളം. നല്ല രസമുണ്ട് കാണാൻ. ഫുള്ള് നിറഞ്ഞു നിൽക്കുകയാണ് വെള്ളം. ട്രൗസറിൽ പിടിച്ചിട്ട് നടക്കണ ഒരു ബലത്തിന് വേണ്ടിയിട്ട് പാവം തന്നെ. ഇതിന് വേണ്ടിയാണ് നമ്മൾ വരുന്നത്. മഴ എന്തിനാണ് അങ്ങനെ കരയുന്നത്? നല്ല കുട്ടിയല്ലേ? മല നോക്കുക, അങ്ങോട്ടൊക്കെ നോക്കുക, മലകളൊക്കെ നോക്കുക. വലിയ മലകള് പേടിക്കണ്ട കേട്ടമ്മ. ഇത് പേടിക്കണ്ട. ചിതുക്കുട്ട എവിടേക്കാ പോണ്? വെള്ളം കാണാനാണോ പോണ്? ഇത് മലമ്പുഴ ഡാം കാണാൻ. പാപ്പാന്റെ വണ്ടി വന്നു. ചിതിനെ കൊറേ ദൂരം നടത്തി. കാല് കഴുകുമോ? ഇതൊക്കെ വെള്ളമാണല്ലോ. നല്ല രസമുണ്ട് അല്ലേ? നമ്മ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. ചെറിയ ചാട്ടം കണ്ട. ശിജന് ഇപ്പോഴൊക്കെ അവൻ പേടിച്ചിട്ട് ചെറിയ ഒലിച്ചു വന്നിട്ട് ചെറിയ ചാട്ടം. അതെ, ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട്. നല്ല തണുപ്പുണ്ടാവൂല്ലേ? നിർത്തി ശിജുവിനെ കൈ കൊണ്ട് തൊടിച്ചിട്ട് അവിടെയൊക്കെ വെള്ളച്ചാട്ടം. നല്ല ഭംഗിയുണ്ട്. എല്ലാവിടെയും പച്ചപ്പായിരിക്കുന്നുണ്ട്. നോക്ക് ശിജിക്കുട്ടാ, മല കണ്ട? പച്ച കളറില് മല. അങ്ങനെ നിന്റെ മേലേക്ക് കേറണ ശിജിക്കുട്ടിക്ക്? നല്ല വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവും. നിഹാലിന് തണുക്കുണ്ടോ? എവിടെ താമസിക്കുന്നേ? ഒറ്റപ്പാലല്ലേ? അതെ, താങ്ക് യു. അതെ, എന്താ പേര്? അൻസാർ. ഓക്കെ, ഒരു ദിവസം അവിടുന്ന് അടുത്താണ്. നമ്മുടെ നമ്പറൊക്കെ ഓക്കെ. ശരി. ആ ശിതികൊണ്ട് വീഡിയോ ഒക്കെ കാണുമോ? അതെ, എവിടെയാ താമസിക്കുന്നത്? ശരി, ഉള്ളിക്ക് ആയിരിക്കും. നിഹാൽ കപ്പയും മീനും കഴിക്കില്ല? കഴിക്കില്ല. അവനൊരു ഇറുക്ക് തന്നെ നിന്നെ. അയ്യോ, അവന് നല്ല കുട്ടിയല്ലേ? അവന് മാമ ഇവിടെ നിറയെ പേര് കപ്പയും മീനൊക്കെ കഴിക്കുന്നുണ്ട്.
ഇവിടെ നല്ല കപ്പയും മീൻ കിട്ടും, നല്ല ടേസ്റ്റാണ്. വീഡിയോ ഒക്കെ കാണാം നമ്മുടെ. അതെ അതെ. ശരിക്കുട്ട ഒരു കൈ കൊടുക്കേ. ആ എവിടെയാ താമസിക്കുന്നത്? ഞങ്ങളിവിടെ മേപ്പറമ്പ് അല്ലേ? ഞങ്ങള് മേഴ്സി കോളേജിന്റെ അവിടെ. ആ അവിടെ അടുത്താണല്ലോ. അതെ. ആ ആ. ശരിക്കുട്ട ആരൊക്കെ കാണാൻ വന്നിരിക്കണ നോക്ക്. ശരിക്കുട്ടനെ കൈ കൊടുക്ക്. ശരിക്കുട്ടന് കൈ കൊടുക്ക്. ആ ആ ആ. ശരിക്കുട്ട കപ്പയും മീൻ കറി കഴിക്കാനിരിക്കുകയാണ്. ആ കഴിക്കാനിരിക്കുകയാണ്. ശരി. ശരിക്കുട്ടനിക്ക് കപ്പയും മീനും, കപ്പയും ബീഫും. നിഹാൽ എന്താ കഴിക്കാത്തത്? കുറച്ച് ടേസ്റ്റ് ചെയ്യും, കഴിക്ക്, നന്നായിരിക്കും. എന്താ ചിരി കഴിച്ചോ? ചിരിന് ഡ്രസ്സിലൊക്കെ തേക്കുമല്ലോ. ഡ്രസ്സിലൊക്കെ തേക്കും. തുണിയെടുത്തിട്ടില്ല. ഇനിയും പഴംപൊരി. കഴിച്ചോ? അടിപൊളി ടേസ്റ്റ്. പഴംപൊരിയും ബീഫും സൂപ്പർ ആയിട്ടുണ്ട്. എന്താ ടേസ്റ്റ്. കഴിക്കാനായിട്ട് ഇവിടെ നിറയെ ആൾക്കാർ വരുന്നുണ്ട്. കപ്പ, മീൻകറി, ബീഫ്, കപ്പ, പഴംപൊരിയും ബീഫും. എന്താ ടേസ്റ്റ്. അതെ, ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഈ വെള്ളമൊക്കെ കാണുക, ഇതൊക്കെ കഴിക്കുക. ഷിജുവിന് നല്ല ഇഷ്ടമായി എല്ലാം. സൂക്ഷിച്ച് നടക്ക്. ഷിജു കല്ലിലിരുന്നോ? അതാ അവിടെ ഇരിക്കാൻ പറ്റില്ലേ? അങ്ങനെ ഇരിക്കാനൊക്കെ പോകുമ്പോഴാണ് അവിടെ ഇരുന്നുമാ. അവൻ ഇരുത്തണ്ട, അവനക്ക് ഇഷ്ടമാണെങ്കിൽ ഇരുന്നോട്ടെ. ചിരിക്കുട്ട വെള്ളം കണ്ടോ? പാല് ഓപ്പനായി നല്ല സുഖം. എവിടെ? ആ ആ അതെ. അച്ഛമാമനായിട്ടൊക്കെ ഉണ്ടാക്കിയ പാല്. അതിനിവിടെ മീൻ പിടിക്കാൻ പറ്റുമോ? എന്തൊക്കെയാ കുഞ്ഞു കഴിച്ച്? മീൻകറി. ഇവിടെ നോക്കുമാ. ചിരിക്കുട്ടി മീൻകറിയും കപ്പയും. മീൻകറി, പിന്നെ ബീഫും കപ്പയും. പിന്നെ ചിരിക്കുട്ടി ബീഫും പഴം വരും. വാ ശരി, വാ. ഇല്ല, കുറച്ച് ദൂരം നടക്കാം. എല്ലാം ബീഫ് കഴിക്കുന്ന തിരക്കിലാണ്. അത് അവനിക്ക് കൈ കൊടുക്ക്. ശരിക്കുട്ടാ കൈ കൊടുക്ക്. ആ ആ ആ. ഇനി എവിടേക്കാണ്? അവിടേക്ക് പോകാൻ പാടില്ല. വാ. കണ്ടമ്മ വെള്ളം ചാടണണ്ട. വെള്ളം ചാടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ കാലുവേനയ്ക്ക് എരിക്കല. ഇഷ്ടപ്പെട്ടാ ബീഫും പഴംപൊരിയും? ഫസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞു, ഇഷ്ടമായില്ല അവർക്ക്. അതെ. ആ ശരിക്കൂട്ട കാറിൽ കയറി. കെവിയൊക്കെ മീൻ വാങ്ങിക്കാൻ പാത്രം എടുത്ത് വെക്കെന്തായി? മീൻ പാത്രമൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. മീനൊന്നും കിട്ടിയില്ല. കിട്ടിയില്ല താഴത്ത്.
മീനിന് എപ്പോ പാത്രം എടുത്താലും മീൻ നമുക്ക് കിട്ടില്ല. പാത്രം എടുക്കാണ്ടിരുന്നാ കിട്ടും. അങ്ങനെയാണ്. ആ എന്നും അങ്ങനെ തന്നെ. പ്രതീക്ഷിച്ചിട്ട് പോയാൽ കിട്ടുകയില്ല, പ്രതീക്ഷിക്കാണ്ട് പോയാൽ കിട്ടും. പിന്നെ എവിടെയൊക്കെ ആക്കി നല്ല വില കൊടുത്ത് ബക്കറ്റൊക്കെ വാങ്ങി അതിൽ നിറച്ചിട്ട് കൊണ്ടുവരണം. എന്താണ് അപ്പൊ ഏത് നേരത്തെ ഇവര് മീൻ പിടിക്കുക ഇവിടെ? മീൻ ഇവര് രാത്രി പുലർച്ചയ്ക്ക് പിടിക്കും. ഇതുകൊണ്ട് വലയൊക്കെ പൊട്ടി വെച്ചിട്ടുണ്ട്. രാവിലൊക്കെ ഒട്ടുവലമായിട്ട് വലകളൊക്കെ ഇട്ട് വെക്കും. അത് പിന്നെ അവര് ആ സമയത്ത് ഇവിടെ വന്നാ അവിടെ അവന്റെ സൊസൈറ്റി ഉണ്ട്, അതിലേ വെക്കുള്ളൂ മീൻ. എല്ലാത്ത അവിടെ നിന്ന് വെക്കില്ല അവര് മീൻ. അതാണ് നമ്മൾക്കൊന്നും ഇവിടെ വന്ന് പിടിക്കാനും പറ്റില്ല, നമുക്ക് പിടിക്കാനും പറ്റില്ല. ഇവിടെ നിന്ന് അവര് വെക്കൂല്ല. അവിടെ സൊസൈറ്റി ഉണ്ട്, അവിടെ നിന്ന് ടോക്കൺ പ്രകാരം വാങ്ങും. നല്ല മീനായിരിക്കും, നല്ല ടേസ്റ്റ് ഉള്ള മീനാണ്. രാവിലെ നേരത്തെയാണ് ടോക്കൺ കൊടുക്കുക. 6 മണിക്ക് വരണം മീൻ കിട്ടണമെങ്കിൽ. വെള്ളം തൊടാ കൈ കഴുകി തരാം. കൈ കഴുകി തരാം. കയ്യിലൊക്കെ വളവും വെള്ളമൊക്കെ ആയിട്ടുണ്ട്. പേടിക്കണ്ട പേടിക്കണ്ട, പേടിച്ചിട്ടാണ്. വേണ്ട പേടിച്ചിട്ടാണ് പേടിച്ചിട്ടാണ്. അവൻ വെള്ളത്തിന് മുക്കുവാ വന്നിട്ട്. ഇല്ലമ്മ ഇല്ല പേടിച്ചിട്ടാ. പോട്ടെ അത് അവനെ കുളിപ്പിക്കാൻ വേണ്ടിട്ടാണ്. അവനെ കുളിപ്പിച്ചാലാ വേണ്ടിട്ട് അവനെ ചെറുപ്പത്തൊക്കെ ഇവിടെ വന്ന് കുളിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇപ്പൊ ഭയങ്കര പേടിയാ. എന്തുമ്മ പേടിച്ചോ? നമുക്ക് ഈ വെള്ളത്തിൽ കളിക്കാം. ഇവിടെ നിക്കാട്ടാ, തണുത്തിട്ടാണ്. വേണ്ട എന്നാ ഇവിടെ എന്താ പേടിക്കാന്? പേടിച്ചിട്ടേ വെള്ളത്തിന് കുളിപ്പിച്ചാലാ വേണ്ടിട്ട്. അതെ അവിടെയാണ് അല്ലേ? നിങ്ങളവിടെ മുട്ടുകുളം വെണ്ണക്കര? അതെ വീഡിയൊക്കെ കാണാം. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവനെ കുളിപ്പിച്ചാലാന്നുള്ള ആ പേടിയാണ്, തണുപ്പല്ലേ. അതെ ശരി എന്നാ. ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇതിലല്ലേ കയറിക്ക മുന്നേ കുളിച്ചത്. പിള്ളേരെന്താ ശരി മീൻ പിടിക്കണ. ചെറിയ മീനുണ്ട്. അവര് തുണിയിട്ട് പിടിക്കണണ്ടില്ലേ. വലിയൊരു വെള്ളച്ചാട്ടമാണ് വരുന്നത്. മലമ്പുഴന്റെ മെയിൻ മലകള് ഇതിന്റെ നടുവില് കുറെ ഇങ്ങനെ തുരുത്തുകളുമാതിരി ചെറിയ ഇതുണ്ട്, മണ്ണുതിട്ടുകൾ. അതിൽ മരങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതുണ്ടോ, ഒരു 3-4 ഉണ്ട് മണ്ണുതിട്ടുകൾ. അതിൻ്റെ ഉള്ളിൽ വലിയ മരക്കൂട്ടങ്ങളും ഫോറസ്റ്റ് മാതിരിയൊക്കെയാണ്. പാമ്പ് പുനരധിവാസ കേന്ദ്രം. പാമ്പ്, എല്ലാതരം പാമ്പിനെയൊക്കെ ഇവിടെ വളർത്തുന്നുണ്ട്. നമ്മുടെ വീടെത്താറായി. മേഴ്സി കോളേജ് എത്തിയതാ. മേഴ്സി കോളേജ്. നമ്മ തിരിച്ച് വീട്ടിലേക്ക് വന്നു. എവിടെ കയറിക്കാനും മീന് മീനൊന്നും കിട്ടിയില്ലതാ. എപ്പ മലമ്പുഴയിൽ മീന് വേണം പറഞ്ഞിട്ട് പോണോ, കിട്ടുകയേ ഇല്ല. മലമ്പുഴയിൽ നല്ല മീൻ തിന്നാൻ നമുക്ക് യോഗമില്ല എന്നാ തോന്നുന്നു. വലിയ ബക്കറ്റൊക്കെ ആയിട്ട് പോയതാണ്. വീടെത്തി കട്ടൻ ചായയൊക്കെ വെച്ചു, കുറച്ച് സ്നാക്സും വാങ്ങിയിട്ട് വന്നു. കുടിക്കണം. അവിടെ പോയപ്പോ നല്ല തണുപ്പുണ്ട്, വെള്ളത്തിലൊക്കെ തൊട്ടപ്പ. നിഹാൽ കഴിച്ചോ? ഓ. കട്ടൻ ചായ കുടിച്ചോ? ഓ.
കട്ടൻ ചായ ഇഷ്ടമായോ? കട്ടനൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു ദിവസം വന്നു, ഞാൻ ശിജിക്കുട്ടൻ അവിടെ എൻജോയ് ചെയ്തു, ആഘോഷിച്ചു. അതെ, നല്ല സന്തോഷമായി അല്ലേ? സന്തോഷമായി. ഷിജു ബൈ വീഡിയോ പറഞ്ഞു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എന്താ ബൈ ബൈ ഷിജുക്കുട്ട. ആ ബൈ ബൈ.